ആയിട്ടുള്ള സുരേഷേട്ടൻ വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ സ്വന്തം സുരേഷേട്ടനെ രണ്ടു വാക്ക് പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാം വന്നു. എൻ്റെ സ്വന്തം നാട്ടുകാര്, സ്വന്തം സുരേഷ് ഏട്ടൻ അല്ലേ? അപ്പൊ സ്വന്തം കൗൺസിലർ കൂടി ആക്കിയേക്കണം അല്ലേ? അല്ല, ഞാൻ ഈ അവസാന റൗണ്ട് ഓട്ടം എന്ന് പറയുന്നത് ഞാൻ ചെയ്യേണ്ട ജോലിയേ അല്ല. പക്ഷെ ഞാൻ ഒന്നുകൂടി ഉറപ്പ് വരുത്തുകയാണ്, തൃശ്ശൂർ കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യം ഭരിക്കും, ഭരിക്കണം, ഭരിക്കാനുള്ള അനുഗ്രഹം നിങ്ങൾ നൽകണം എന്ന് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത് വലിയ അനിവാര്യതയാണ്. അടുത്ത ഏപ്രിൽ മാസത്തിൽ വീണ്ടും വരും. MLA നിങ്ങൾ തരണമെന്ന് പറഞ്ഞ് വരും. അടുത്ത മെയ് മാസത്തിൽ ഒരു പരിപൂർണമായ ഭരണ നിർവഹണ യന്ത്രം ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ എന്ന നിലയ്ക്ക് എന്ന് കേരളം അത് നിശ്ചയിച്ചുറപ്പിച്ച് തരുമോ അന്ന് മാത്രമാണ് പൂർണ്ണമായി മോദി സർക്കാരിൻ്റെ ഭരണ നൈപുണ്യം കേരളത്തിലെത്തുക. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മാത്രമേ നടക്കൂ. അതാണ് നമ്മുടെ സംവിധാനത്തിൻ്റെ ഒക്കെ കുഴപ്പമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും ഫെഡറൽ സ്ട്രക്ചറിൽ അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ഇപ്പോൾ MP ഫണ്ടിൽ നിന്ന് 10 കോടി അവന്മാർ തന്നെ കുഴി തോണ്ടി ഇപ്പം അവന്മാർ ആ കുഴിയിൽ വീണുകൊണ്ടിരിക്കുക. ബാക്കി 19 പേരുടേതൊക്കെ കണക്കെടുക്കണമെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷെ നാട്ടുകാരത് പൊങ്കാലയിടുന്നുണ്ട്. ഒരു MP-യുടെ 2 വർഷത്തെ അടുത്ത മാർച്ച് മാസം 31 വരെയുള്ള 10 കോടിയിൽ നിന്ന് 8,36,00,000 പദ്ധതികൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കൊടുത്തതാണ്. മാർച്ച് 31 മുമ്പ് ഒരു പാക്കും അത് കഴിഞ്ഞ് അപ്പോഴത്തന്നെ ഏപ്രിൽ മാസത്തിലും കൊടുത്തതിൻ്റെത് അപ്രൂവല് 45 ദിവസത്തിനുള്ളിൽ പാസ്സാക്കണമെന്നാണ് നിയമം. അത് ഫ്ലൗട്ട് ചെയ്തിരിക്കണം, അത് ലംഘിച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരെല്ലാം ഇതിന് കൂട്ടുനിൽക്കും. എന്തുകൊണ്ടാണ്? കോർപ്പറേഷൻ ഭരിക്കുന്ന രാഷ്ട്രീയം അതിൻ്റെ സ്വാധീനം ചെലുത്തും. അതേ ഉദ്യോഗസ്ഥനെ കൊണ്ട് രാഷ്ട്രീയ സ്വാധീനമൊന്നും വേണ്ട, രാഷ്ട്രീയ അധികാരത്തിന്റെ ബലം കൊണ്ട് ഇതെല്ലാം കൃത്യമായി 45-ാം ദിവസം അപ്രൂവൽ, പിന്നൊരു 30 ദിവസത്തിനുള്ളിൽ AS, TS, അത് കഴിഞ്ഞാൽ ടെൻഡറിങ്, ഒരു 4 മാസത്തിനുള്ളിൽ 4-5 മാസത്തിനുള്ളിൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ. ഇത് ചെയ്തില്ലെങ്കിൽ ഒരാളും ജയിച്ചിട്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ വാർഡിലും നടക്കണമെങ്കിൽ ഇവിടെ ഇപ്പം നിലവിലാരാണ്? എന്താ പേര്? ആണോ പെണ്ണോ? ആയമോട് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വരുത്തി ചോദിക്കണം. നിങ്ങൾ കൗൺസിലറായി ഇരിക്കെ 1 വർഷവും 4 മാസവും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് MP ഫണ്ടിൽ തരാവുന്ന ഒരു MP ഞങ്ങൾ തെരഞ്ഞെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരപേക്ഷ അദ്ദേഹത്തിന്റെ മുന്നിൽ ഫണ്ട് ആവശ്യപ്പെട്ട് വച്ചിട്ടുണ്ടോ? അവരെ തോൽപ്പിക്കുന്നതിനുള്ള ആദ്യത്തെ ചീട്ട് നിങ്ങൾ കീറുന്നത് ഇവിടെ ആയിരിക്കണം. നിങ്ങൾ ഇതുവരെ MP ഫണ്ടിൽ നിന്ന് ഒരു മിനി മാസ്റ്റ്, ഒരു ഹൈ മാസ്റ്റ് അല്ലെങ്കിൽ ഒരു പൊതു ഉപയോഗത്തിനുള്ള എന്തെങ്കിലും സംവിധാനത്തിന് നിങ്ങൾ ആവശ്യപ്പെട്ടോ? അപ്പൊ അവർ ചിലപ്പോൾ മറുപടി ഇല്ല, ഞാനെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾക്ക് തൃപ്തിയായോ ഇല്ലയോ എന്ന്. തൃപ്തിയാക്കാൻ അവരുടെ ലഭ്യത, ധനലഭ്യതയ്ക്ക് മേലെ എന്റെ പണം ആവശ്യമാണെങ്കിൽ അത് സംഘീയുടെ പണമാണ് എന്ന് പറഞ്ഞ് അവർ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങളെയാണ് അവർ തിരസ്കരിച്ചത്. അതിനാരാണ് അവരെ ശിക്ഷിക്കേണ്ടത്? ഞങ്ങളാണ്. ഇത്രയും ആലോചിക്കണം. അപ്പൊ അടുത്ത തവണ പിന്നെ അവർക്കെന്നല്ല, പകരം ഒരാളെ കൊണ്ടുവന്ന ആ പാർട്ടിക്ക് നിങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശമില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കോർപ്പറേഷൻ ഭരിച്ചത് ഇടത് കക്ഷികളാണ്. മേയർ ശരിക്കും ഒരു കൂട്ടിലായിപ്പോയി.
ഒരു പൂട്ടിലുമായി പോയി. അദ്ദേഹം പരമാവധി സഹകരിച്ചിട്ടുണ്ട്. രാജ്യസഭാ MP ആയിരിക്കുമ്പോൾ കൊടുത്ത ഏതാണ്ട് 18 ലക്ഷം രൂപയുടെ ഒരു റോഡിന്റെ പണി ആ തുക ലാപ്സ് ആക്കി കളഞ്ഞു. ആ തുക മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോയി. വേറൊരു ആവശ്യത്തിന് പോലും ഉപയോഗിക്കാൻ പറ്റിയില്ല. 1 കോടി ശക്തൻ മാർക്കറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏതാണ്ട് 17 ചില്ലുവാനം ലക്ഷം ലാപ്സ് ആക്കി കളഞ്ഞു. അത് ലാപ്സ് ആവുന്നതിന് മുമ്പ് സൂചന കിട്ടിയപ്പോൾ തന്നെ പറഞ്ഞതാണ് ആ മീൻ മാർക്കറ്റിലുള്ളവരുടെ ആവശ്യപ്രകാരം അവർക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കാൻ. ഇതുവരെ അത് ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പൊ ആ പൈസ ലാപ്സായിപ്പോയി. ഇങ്ങനെയുള്ളവന്മാരാണ് ഇപ്പോൾ MP-യുടെ ഫണ്ടിൽ നിന്ന് 16 കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ചുരണ്ടി RTI വഴി ചുരണ്ടി എടുത്ത് നടക്കുന്നത്. ഇവരെ ആര് കൈകാര്യം ചെയ്യണം? നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള അവസരമാണ് 11-ാം തീയതി നിങ്ങളുടെ ഹൃദയവിരലിലേക്ക് വന്നമരുന്നത്. കൃത്യമായി നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ അവകാശങ്ങളെ അവലോകനം ചെയ്ത് ആ അവകാശങ്ങൾക്ക് എത്ര മര്യാദ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അവലോകനം ചെയ്ത് കൃത്യമായ വോട്ടിംഗ് തന്ത്രം സമ്മതിദായകർ അല്ലെങ്കിൽ ജനങ്ങൾ അവലംബിച്ചാൽ സംവിധാനമെല്ലാം നേരെ ആയിക്കോളും. അതുപോലെ 9-ാം തീയതി ആര് വീട്ടിൽ കാണാൻ വന്നാലും ശരി തന്നെ നിങ്ങൾ ലോക്സഭ ചാനൽ കാണണം. 9-ാം തീയതി 12 മണിക്ക് ശേഷം ലോക്സഭയിൽ നടക്കുന്ന ചർച്ചകൾ നിങ്ങൾ വിലയിരുത്തണം. ഒരംശം വിട്ടുകളയരുത്. ഇവിടുത്തെ 19 എണ്ണത്തിനെ എടുത്തിട്ട് വാട്ടുന്നത് കാണാം. നോർത്ത് ഇന്ത്യയിലെ ഊപ്പിയിലുള്ള അവന്മാരങ്ങനാണല്ലോ പറയുന്നത്. അവിടെയുള്ള MP-മാരെടുത്തിട്ട് വാട്ടുന്നത് നിങ്ങൾക്ക് കാണാം. വഖഫ് ചർച്ച നടന്നപ്പം വാട്ടിയതുപോലെ. എന്തുകൊണ്ട് SIR, എന്തുകൊണ്ട് വോട്ട് ചോരി എന്ന് നിലവിളിച്ച് നടന്നവർക്ക് ഇതൊരു ശുദ്ധീകരണത്തിന്റെ ആയുധമാണ് എന്ന് അവരെ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തും പാർലമെന്റ്. അതിന്റെ ചർച്ച നടക്കുകയാണ്. എന്റെ അപേക്ഷയാണ്, പൗരന്മാർക്ക് തന്നെയാണ് പ്രയോറിറ്റി ഉള്ളത്. പൗരന്മാർ തന്നെയാണ് ഇങ്ങനെയുള്ള ചർച്ചകൾ കണ്ട് മനസ്സിലാക്കേണ്ടത്. SIR-ന്റെ അത്യാവശ്യകത ആർക്ക് വേണ്ടി? നമ്മുടെ രാജ്യത്തിന്റെ അവകാശം നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്കാണ്. ബാക്കി നുഴഞ്ഞുകയറ്റക്കാരനോട് ദയ വേണോ, കാരുണ്യം വേണോ, കാഠിന്യം വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സംവിധാനമാണ്, ഭരണമാണ്. സുരക്ഷ, നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളുടെ എല്ലാം നിയന്ത്രണം നമ്മുടെ കൈവിരലുകളിൽ ഉണ്ടാവണം. അതൊരു നുഴഞ്ഞുകയറ്റക്കാരന്റെ തോക്കിൻ മുനയിലല്ല ഉണ്ടാവേണ്ടത്. ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം. അപ്പൊ ഈ ചർച്ചയും കൂടി നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ വ്യക്തമാകും. ഞാനിവിടെ തൃശ്ശൂര് 3.5-4 വർഷം വാടക കൊടുത്ത് താമസിച്ചതിനുള്ള എല്ലാ തെളിവുകളുമുണ്ട്. എന്റെ കുടുംബവും ഞാനും അവിടെ 3 ഗവർണർമാർ, എക്സ് ഗവർണറെയും 2 ഗവർണർമാരെയും സൽക്കരിച്ചതിന്റെയൊക്കെ തെളിവ് ഇവിടുത്തെ IB-യിലുണ്ട്. ആ എന്നെയാണ് വോട്ട് ചോറെന്ന് വിളിച്ചത്. അവരൊക്കെ ഇപ്പൊ എവിടെയാ? ചെമ്പ് ചുരണ്ടാൻ വന്നവന്മാരൊക്കെ എവിടെയാ? മാതാവിന്റെ കിരീടത്തില് ഇപ്പൊ ചെമ്പ് തിളപ്പിച്ചിട്ട് അതിനകത്ത് ചാടി കളിച്ചോണ്ടിരിക്കുക. അപ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും എടുത്തിട്ട് നിങ്ങള് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എന്തായാലും വഴിതെറ്റിക്കാൻ സാധിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പിനും ഇങ്ങനെയുള്ള MP ഫണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള നുണറായിസം കൊണ്ട്, നുണറായിസം കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രമല്ല മറ്റവരുടെയും ഉണ്ട്. ആ നുണറായിസം കൊണ്ട് നിങ്ങളുടെ വോട്ട് തീരുമാനത്തെ തെറ്റിച്ച് കളയരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താമര ചിഹ്നത്തിൽ മാത്രം വോട്ട് ചാർത്തണം. നമുക്ക് നിങ്ങളുടെ വാർഡിന്റെ സാന്നിധ്യം ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ കോർപ്പറേഷനിൽ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്നേഹം, നന്ദി, നമസ്കാരം.